ചില പുതിയ വീഡിയോക്കുള്ള സാധനം പിന്നത്തോടെ നമ്മളെന്നുള്ള ടെക്സ് സിമുലേറ്റർ എന്നുള്ള ഗെയിമായിട്ടാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്കൊരു കട ഉണ്ട്, അതിൻ്റെ അകത്ത് നമുക്ക് ഫോണൊക്കെ വെക്കാം. അതാണ് എന്ന് വെച്ചാൽ നമുക്ക് ഫോണിൻ്റെ കവറ്, ഫോണ്, ലാപ്ടോപ്പ് ഉണ്ടാകുന്നില്ല, ടാബ് അങ്ങനത്തെ നമുക്ക് വെക്കാം. അപ്പോൾ അതൊരു കിടിലൻ ഗെയിമാണ്. എന്താ ബിൽഡിങ് മാഞ്ഞു പോയാൽ അപ്പോൾ അതൊരു ഗെയിമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞെട്ടിച്ചൊരു കാര്യം, ഇതിൻ്റെ അകത്ത് നമുക്ക് കാർ ഓടിക്കാം, നമുക്ക് കാറായിട്ട് അങ്ങോട്ടൊക്കെ പോവാം. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ കാര്യം, ഇതിൻ്റെ അകത്ത് കാർ ഡീലർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് കാറൊക്കെ വാങ്ങിക്കാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് BMW ഉണ്ട്, മിനി കൂപ്പർ പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള വണ്ടിയാണ്. മിനി കൂപ്പർ ഉണ്ട്, പിന്നെ ബുഗാട്ടി. ഇപ്പോൾ ബുഗാട്ടിമൊക്കെ നല്ല വിലയാണ്, എല്ലാ വണ്ടിക്കും നല്ല അത്യാവശ്യത്തിന് നല്ല വിലയാണ്. അതിനുള്ള പൈസ എൻ്റെ കയ്യിലില്ല, ഒക്കെ ഉണ്ടാക്കണം. പിന്നെ എൻ്റെ കട ഒന്ന് വലുതാക്കണം, അതാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഇപ്പോൾ എൻ്റെ ഡേ കൊടുത്തിട്ടുണ്ട്, കാരണം രാത്രി എൻ്റെ ഡേ കൊടുക്കും. പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് എന്നൊക്കെ ഉണ്ടാണ്ടോന്ന് ഞാൻ പോയി നോക്കിയിട്ടില്ല, പോയി നോക്കണം. അതിൻ്റെ മുമ്പ് നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് കിടക്കണം, നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മുടെ ഇവരോട് പറയണം ബൈ എ ന്യൂ സെക്ഷൻ ടു ഇൻക്രീസ് ദി ഏരിയ ഓഫ് യുവർ സ്റ്റോർ. നമ്മളെ കട ഒന്ന് വലുതാക്കും വേണം അതിനാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഇത് ഞാൻ കുറച്ച് ഓൾറെഡി കളിച്ചിരിക്കുന്നു, അതുകൊണ്ട് അതും കൂടി ഞാൻ പറഞ്ഞത്. കാരണം ആ നേരത്തേക്ക് ഞാനത് സാധാരണ ഗെയിമാണെന്ന് വിചാരിച്ചിട്ടാണ്, പക്ഷെ ഇപ്പോഴും മനസ്സിലായി. പിന്നെ ഇതിൻ്റെ എപ്പിസോഡ് എപ്പോഴും വരുന്നതായിരിക്കും ഗൈസൊക്കെ. അപ്പോൾ ഇപ്പം എന്തായാലും നമുക്ക് ഒരു ഫോണിൻ്റെ കവറൊക്കെ ഒന്ന് വാങ്ങിച്ചേക്കാം. ഇതെടുക്കാം, ട്രോളി OS. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി പോയിട്ട് നമുക്ക് എന്ത് വാങ്ങിക്കേണ്ടി ഒരു 6000 നമുക്ക് ഫോൺ വാങ്ങിച്ചാലോ 2000. ഞാനൊരു ഫോൺ വാങ്ങിച്ച് വിട്ടിട്ടില്ല, എന്തായാലും നമുക്കൊന്ന് ഒരു ഫോൺ, കാരണം നമുക്ക് നല്ല വില കൂട്ടിയിട്ട് വിൽക്കാൻ പറ്റുന്നുണ്ടാവും ഫോണല്ലേ. അപ്പോൾ ഇത് 1 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വരുള്ളൂ. നമുക്കാണെങ്കിൽ 4 ഇവിടെ ഉള്ളവർ ഇത് കൊടുക്കുക, പക്ഷേ എന്തായാലും കൊടുക്കുക, കാരണം ഇന്നൊന്നും എത്തൂല. അതുകൊണ്ടാണ് നമുക്കെന്തായാലും എടുക്കാം. കേസ് നമുക്കെന്തായാലും പെട്ടിങ്ങാനുള്ള എടുത്തിട്ട് ഓക്കെ കൊടുക്കുക. സ്മാർട്ട് ഫോൺ ഇതിൻ്റെ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. ഓക്കെ, ഫോണിൻ്റെ കവറൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല, ഫോൺ വെക്കുക. ഓക്കെ, നമ്മൾ 4 ഫോൺ കിട്ടിയിട്ടുള്ളൂ, 4 നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കട ഓപ്പൺ ചെയ്യണേ. അതിൻ്റെ മുമ്പ് നമുക്ക് ഫോണിൻ്റെ കവറും കൂടി വാങ്ങിക്കാം. നമുക്കെന്തായാലും പരസ്യം കാണാം, നമ്മളെന്തായാലും പരസ്യം കണ്ടിട്ടുണ്ട്, എവിടെ ഉണ്ട് നമുക്ക് ഇതെടുക്കുക, ഓപ്പൺ വെക്കുക. ബ്ലൂ ആണ് നമ്മൾ വാങ്ങിച്ചുള്ളത്. ഇത് ആപ്പിളിൻ്റെ പരം ചെറിയാണല്ലോ എടുത്തിരിക്കണെന്ന് തോന്നുന്നത്. ആപ്പിൾ ഫോൺ വിളിച്ചാൽ ചിലപ്പോൾ അല്ല. നോ മോർ പ്രൊഡക്ട്സ് നമ്മൾ നേരെ ഇത് കൊണ്ടിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് കൊണ്ടുപോയിടണം. നേരെ ഇത് കൊണ്ടുപോയിട്ട് എത്ര അമ്മി എന്താ. നമുക്ക് എന്തായാലും പോയി ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ അയ്യോ നിൽക്ക് വില കൂട്ടണം അതിൻ്റെ. നമ്മളെന്താ ചെയ്യുക, നമ്മൾ കൊണ്ട് 2 അത് കൊള്ളല്ലേ. ഓക്കെ, നമ്മളെന്തായാലും ഇത് കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ലെവൽ കൂടിക്കാൻ ഇതൊക്കെ കൂട്ടാം കേട്ടോ. പിന്നെ കാറിൻ്റെയും കൂടിയും കൂട്ടി ഇവർ ഉണ്ടാകുന്ന ഇതിലാക്കാൻ പറയുന്നതാണ്. കട അടച്ചിട്ടാണ് ചേച്ചിയേ. അപ്പത്തിന് ഇതാണ് ഇത് പ്രശ്നം, കട അടച്ചാൽ ഇവർ എളുപ്പം അടക്ക് വരും. ഓക്കെ, ഭാഗത്ര എണ്ണി. ഓക്കെ, നമുക്കിനി ഇവിടെ തന്നെ നിൽക്കണം. ആരെങ്കിലും വന്ന് വാങ്ങിക്കണമെങ്കിൽ ഒരു ഫോൺ വാങ്ങിക്കണില്ലേ, ഫോണിന് വില കൂടുതലാ. ഇയാളെന്ത് ഇങ്ങനെ പിടിക്കണ ഫോൺ. ഓക്കെ, 2 എടുത്തു. 1000 ഒക്കെ. ഓക്കെ, 1000 ഇത്ര പെട്ടെന്ന്. നമുക്ക് 1 രൂപ എക്സ്ട്രാ കിട്ടും, അവിടെ നമുക്ക് +1 കാണിക്കുന്നുണ്ടാവും. അത് ഞാൻ പറഞ്ഞുതരാം. 42 അതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മളിതാ ഇത് കൂട്ടുമ്പോൾ നമുക്ക് ആവണതാണ്. ഒരു മിനിറ്റ്, ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഇങ്ങനെ ഞാൻ വിചാരിച്ച് ഇത് ഫുള്ളില്ലേ കഴിഞ്ഞാൽ വീണ്ടും ഇവിടുന്ന് ആദ്യം മുതൽ തുടങ്ങുന്ന. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഓക്കെ, ഓക്കെ, ഓരോ ആൾക്കാരൊന്ന്
10:05 പിന്നെ ഓക്കെ ബൈ ബൈ. ഓക്കെ ഓ ഓക്കെ എടുക്കാം. ഓക്കെ അമ്മീ കുറച്ച് കൂടിപ്പോയി. 20:50 ഓക്കെ. ഇതിൻ്റെ അപ്പോൾ പിന്നെ സാധാരണ ഗെയിംസിലൊക്കെ വേഗം പൈസ വരും. ഇതിൻ്റെ അകത്ത് പിന്നെ ഇടയ്ക്കേ വരുള്ളൂ. മറ്റേ നമ്മളിങ്ങനെ കളിച്ച് നല്ല ഉഷാറായിക്കുന്നത് പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ കൂടെ കയറിയാണ്ട് വരും. ഇതിൽ പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരും. ഇപ്പോൾ അങ്ങനെ വരുന്നില്ല. പ്രൊഡക്ട്സ് കഴിഞ്ഞോ? ഓക്കെ. ഓ ഇത്ര പെട്ടെന്ന് ഞാൻ അതിന് ഇത്ര പെട്ടെന്ന് 7 നമുക്കെന്തായാലും ഇനി കുറച്ചും കൂടിയും പുതിയ സാധനങ്ങൾ വാങ്ങിക്കണം. എന്നിട്ട് നമുക്ക് ടാബ്ലറ്റ് വാങ്ങിച്ചാലോ? ടാബ്ലറ്റ് വാങ്ങിക്കണം. എന്തായാലും ഒരു ഗ്രേ കളറാണ്. ഗ്രേ കളറാണ് കാതിരി കൂടി ഇത്. ഓക്കെ ബൈ. പൈസ നോക്കില്ലാണ്ട് എടുത്ത് അത്രയേ ഉള്ളൂ. ഓക്കെ വരാൻ 1 മിനിറ്റ് ഉണ്ട്. നമുക്ക് എന്തായാലും കട ക്ലോസ് ആക്കി വെക്കാം. ഓക്കെ സപ്പത്തിന് നമുക്ക് ഒരു സാധനം കൂടി ഓർഡർ ചെയ്യാനാണ്. ഒരു ഫോണിൻ്റെ കവറും കൂടി ഓർഡർ ചെയ്യും. ഒരു ഗ്രേ കളർ. പിന്നെ ഒരു ഫോണും കൂടി ഞാൻ ഓർഡർ ചെയ്ത പൈസവും കൊണ്ട് ഞാൻ നമുക്ക് ഫോൺ വേണ്ട ഞാൻ ഫോണ് ക്ലിയർ എന്നിട്ട് ഇതിൻ്റെ അകത്ത് പോയിട്ട് ഇതാണ്ട് ഓർഡർ ചെയ്യുക. പൈസ നോക്കിയില്ല അതുകൊണ്ട് വാങ്ങിച്ച് അത്രേ ഉള്ളൂ. സാധനം വന്ന് മറ്റേ 2 മിനിറ്റാ. വല്ലതും കൂടെ വെക്കാൻ പറ്റില്ലേ? വെക്കാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഷെൽഫിൽ കൂടെ വെക്കാം. അതിന് വേറെ ടാബ് വെക്കണമെന്നോ? ടാബ് വെക്കാൻ പറ്റൂലേ? ഒന്നിലും വെക്കാൻ പറ്റൂല. ടാബ് വാങ്ങിക്കണം. അതിൽ നമുക്ക് ഇതെന്തണ്ടേ കണ്ടില്ല. ഈ സാധനം കയ്യിലുണ്ടോ? ഇത് നമുക്ക് ഇപ്പോഴത്തേക്ക് ഇവിടെ കേട്ടോ. കസ്റ്റമേഴ്സ് എന്താ ചോരട്ടേനോ ആവശ്യം. ഓക്കെ ഈ ടാബിളാന്നാണ് തോന്നുന്നത് ഗൈസ്. നമുക്കെന്തായാലും വാങ്ങിക്കാം. വെറുതെ ഓർഡർ ചെയ്ത് അതിൻ്റെ പേര് നമുക്കൊരു ഫോൺ ഓർഡർ ചെയ്യാമായിരുന്നു. എന്തായാലും നമ്മൾ വേറെ സാധനം നമുക്ക് നല്ലൊരു 3 കൊടുക്കാം. ഓപ്പൺ ഇല്ലല്ലേ? ഇതിൻ്റെ വില ഇത് ഞാൻ ഒരാൾ വിറ്റുള്ളത്. അതിൻ്റെ വില ഫുള്ളാക്കാം. ടാബ് വാങ്ങിക്കണം. അതിന് ഇത്തിരി പൈസ ആണ്. എന്തായാലും ഉള്ള പൈസ ഉണ്ടാക്കണം. ഞാൻ വെറുതെ പൈസ ഞാൻ വാങ്ങിച്ചത്. ഇതൊക്കെ ടാബ് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ഒരു 8,000 ആക്കിയിട്ട് 8,000 ആക്കി നമുക്ക് ഇത് ഇത്തിരി കൂടി വലുതാക്കാം നമ്മുടെ കട. അങ്ങനെ ചെയ്യാറുണ്ട്. ആരോ വരുന്നുണ്ട്. കാരണം ഒരാൾ കവർ അടിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടു ഓക്കെ തരൂ. 238 എന്താ? ഓ 10 നമുക്ക് 6 പ്ലസ് 6 20 കൂടും. എത്ര? 20 അല്ലല്ലോ 12 ആണല്ലേ. ഓക്കെ നമ്മളത് 2 5 10
ഓക്കെ ഇതാവേണ്ട ഓക്കെ ഒരെണ്ണം വാങ്ങിച്ച് 138 വേണ്ടേ എവിടെ ഓക്കെ ഇപ്പോൾ രാത്രി എല്ലാതും കഴിഞ്ഞ് എൻ്റെ ഇവിടെ നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഷാൾ സ്റ്റോർ എന്തൊരിത് ഈ ലോകം ഇവിടുന്ന് കാണാണ്ട് ഇവിടുന്നാണല്ല എന്തോ നമുക്ക് ടാബ്ല വാങ്ങിക്കണം. അതിന് എത്രയോ പൈസ ഒക്കെ ഉണ്ടല്ലേ എന്നോണ്ട് വാങ്ങിക്കന്നെ പൈസ ഒന്നും നോക്കിയില്ല അതുകൊണ്ട് വാങ്ങിച്ചു. സ്ഥലം ഉണ്ടാവില്ല ഇവിടെ ഒക്കെ ഞാൻ എന്തായാലും ആ സൈഡിലത്തെ ശരിക്കും ഞാൻ അങ്ങനെ വെക്കില്ല. കാരണം ഞാൻ ആ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുള്ളൂ. പിന്നെ ഇവിടെ എഴുതി കാണിച്ചിട്ടില്ലേ പുതിയ സെക്ഷൻ ഒക്കെ. അപ്പോൾ അങ്ങനെ അതിൽ ഈ സെക്ഷൻ്റെ മുമ്പായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു ഷെൽഫ്. ഞാൻ കാണില്ല കുടുങ്ങിയ ഓക്കെ. അപ്പോൾ അല്ലാതെ വെച്ച് നമുക്ക് പൈസ കൂട്ടാണ്ട് വെക്കാം. നമ്മൾ റിച്ച് അത്ര അറിയുള്ളൂ. ഇതിൻ്റെ അത് ഫർണിച്ചറല്ല പൈസ മണ്ണിയിൽ വെട്ടത് 656. നമ്മൾ റിച്ചായി ഇതിലാണ് എന്താ പറയുക നമുക്ക് 5 കിട്ടും. ഓക്കെ ആരെങ്കിലും വാങ്ങിച്ചാൽ വേഗം വന്ന് വാങ്ങിച്ചോളേ. ഞങ്ങൾ പുതിയ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. വേഗം വന്ന് വാങ്ങിച്ചോളേ. പുതിയ സാധനം ഇറക്കിയിട്ടുണ്ട്. എല്ലാവരും വന്ന് വാങ്ങിക്കൂ. പുതിയ സാധനം ഇറക്കിയിട്ടുണ്ട്. ഒരാൾ കവറടിച്ച് വരുന്നുണ്ട്. കേക്ക് വന്ന് ഒരാൾ വന്ന് ഇതിനെന്തായാലും നല്ല പൈസ കിട്ടും. മറ്റേ ഫ്ലാഷിൻ്റെ പോലത്തെ സാധനം കുറേ കിട്ടും. എത്ര 656 70 55 86 ഓക്കെ. .70 ഇതെന്ത് ഇവിടെ ഓക്കെ 70 പൊണ്ണാച്ചി. പിന്നെ വാ ഓക്കെ അടുത്ത കാര്യം ഇതൊന്നും ഇവിടെ നിൽക്കണേ. ഒരു ചേച്ചി വന്നിട്ടുണ്ടാവുന്നല്ലേ വാങ്ങിച്ച് പൈസ അതെ ഓക്കെ അതല്ലേ ഹിഷി പൊണ്ണാച്ചി. പിന്നെ വാ ഇതിപ്പോൾ ആ ചേച്ചി എന്താ ഞാൻ ഈ കൂടെ കറങ്ങി തിരിഞ്ഞ് ഇതിൽ കൂടെ വരട്ടോ അമ്മേ ഓക്കെ. എന്താ പറയുക പൊണ്ണാച്ചി. പിന്നെ വന്നപ്പോൾ വേഗം പൈസ കൂടെ നമ്മൾ റിച്ചായി. അടുത്ത് എന്തൊരു വാങ്ങിക്കും അത് നമുക്കൊരു ഫോൺ നമുക്ക് 2 ആഴ്ചയുടെ വില കൂട്ടിയിട്ടാണ്ട് വിറ്റാലോ. അതാണ് നമുക്ക് ലാഭം ഉണ്ടാവും. നമുക്കറിയില്ല ഉണ്ടാവും. ഓക്കെ നമുക്ക് ഒരു ഗ്രേയും ഒരു ഇതും പിന്നെ ഒരു ഇതും വാങ്ങിക്കാം. പൈസ നോക്കില്ലാണ്ട് വാങ്ങിച്ചു. ഇത് കൂടി നമുക്ക് അടുത്ത് കൂട്ടാളോ. ഓക്കെ അടുത്ത് ഇത് കൂട്ടണല്ലേ. ഓക്കെ അടുത്ത് ഇനി റിവാർഡാണ്. ചിലപ്പോൾ പൈസ കിട്ടും അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും കിട്ടും അറിയില്ല. ഒരെണ്ണം ഓക്കെ അത് നോക്കില്ലാണ്ട് കൊടുത്തത്രേ. സ്മാർട്ട് ഫോൺ തന്നെയല്ലേ ഇതിവിടെ പ്ലേസ് സ്ഥലമല്ല നമുക്ക് സെക്ഷൻ കൂട്ടണം. മണി പക്ഷെ ഇതിന് മണി കൊണ്ടുവരും. എന്നാലും വരുമോ ഓപ്പൺ ദി ഡോർ. ഓക്കെ ഇത് ഇതിൽ വെക്കാൻ പറ്റില്ല.
അമ്മ ഞാൻ കുടുങ്ങി. അയ്യോ അയ്യോ നിനക്ക് വാങ്ങിക്കല്ലേ, പൈസ കൂട്ടിയില്ല. പൈസ കൂട്ടിയിട്ടാ അമ്മീ എവിടെ വെച്ചാൽ കൊടുക്കട്ടെ. പൈസ കൂട്ടിയിട്ടാണോ? കൂട്ടിയിട്ട് തന്നെ. കാരണം നമ്മൾ ഒരു വട്ടം കൂട്ടി പിന്നെ കുറയാറില്ല, കൂടിയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവുക. അമ്മീ കസ്റ്റമേഴ്സേ പോലെ ഫോൺ കഴിഞ്ഞു. അതാണ് കഴിഞ്ഞിട്ടപ്പോൾ പക്ഷെ നമുക്ക് കുറച്ച് പൈസ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് കൂടി പൈസ തന്നെ നമുക്ക് 8,000 ആവാൻ. പക്ഷേ 2 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർഡർ ചെയ്തിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഒന്ന് ഓർഡർ ചെയ്ത് നമുക്ക് 2 കൊടുക്കാൻ വിഷയം. ഓക്കെ ഇതിനത് അതിങ്ങനെ ഓക്കെ നമുക്കൊന്ന് വരും ത്രോണ്ട് ചെയ്യാം. ഒക്കെ കൂട്ടിയിട്ടല്ലേ മൊത്തം കൂട്ടേണ്ടത്. ഇവിടെ ഒരു സാധനം എടുക്കണത്, ഇവിടെ അത് പുറത്തെടുക്കണ്ടായിരുന്നു. അപ്പം ഞാൻ ഫോണിൻ്റെ കവറോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് എവിടെയും കാണാനില്ല. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ നമ്മളെ നമ്പർ കാണിക്കണം, ആൾക്കാർ നമ്പർ കാണിക്കണം അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ഒരു വലിയ പെട്ടി എടുക്കുന്നുണ്ട്, കുറേ പെട്ടികൾ. ഞാൻ സ്റ്റൈലാവും. വന്നിട്ട് ഇതിൽ പൈസ നോക്കിയിട്ട് പൈസ കാണില്ല. എന്നിട്ട് അറിയാണ്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കിയപ്പോൾ ഇവിടാണ്ട് വെച്ച് അതിൻ്റെ ഉള്ളിൽ കയറിയാണ്ട് പോയതാ. ഇങ്ങനെ ആകുമ്പോൾ കാണും, കാണാനില്ല. ഗെയിം ഉണ്ടാക്കിയ കമ്പനി തന്നെ എന്ന് വെച്ചാൽ ഈ ഗെയിം ഉണ്ടാക്കിയ കമ്പനിയുടെ തന്നെ വേറെ കുറേ ഗെയിമുകളിൽ ഇങ്ങനത്തെ സിമുലേറ്റർ ആയിട്ടുള്ള എന്ന് വെച്ചാൽ കോഫി ഷോപ്പ് സിമുലേറ്റർ, കാഫേ അല്ല എന്താണ് ഈ എന്താ റെസ്റ്റോറൻറ്റ് സിമുലേറ്റർ, അങ്ങനെ കുറേ സിമുലേറ്റർ ഉണ്ട്. സീനാണ്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനുണ്ട്. ആദ്യം ഇത് ട്രൈ ചെയ്ത് പൈസ ഇനി നമ്മൾ കഴിഞ്ഞിട്ട് ഓക്കെ കുറച്ചുകൂടി പൈസ കിട്ടി. ബാക്കി 209 രൂപ ഉണ്ടാവും. 209 രൂപ ഉണ്ടാവും ബാക്കി. എന്തായാലും വാങ്ങിക്കാം. എന്താണ് വാങ്ങിക്കണ്ടേ? അല്ല വാങ്ങിക്കല്ല, ഇതിൻ്റെ ഇത് തിരി കൂട്ടാം. സെക്ഷൻ നമുക്ക് ഇത് നോക്കിയാലോ, ഇത് തിരി കൂട്ടാം. ഓക്കെ ഇത് വലുതായ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വലുതായിട്ടുണ്ട്. ബാക്കിൽ ഇത് സ്ഥലം, ബാക്കിൽ ഇഷ്ടമാണെങ്കിൽ സ്ഥലമുണ്ടേ. ഇപ്പം എന്താ ഒരു മിനിറ്റ് ഇപ്പം ഉണ്ടാക്കും ഒരു മിനിറ്റ് ഇത് നമുക്ക് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇട്ട് വെക്കാം. ഓക്കെ ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് ഈ ടാബിള് ഇങ്ങനെ എടുത്തിട്ട് ടാബിൾ നമുക്ക് കുറച്ചുകൂടി ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്യാം. ഇത് ഇവിടെ തന്നെ ആയിക്കോട്ടെ. പക്ഷെ ഇത് അതെ സോറി, ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റൂല. ഇല്ല ഇതൊന്നും ചേഞ്ച് ചെയ്യാൻ ഇതൊക്കെ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഇവിടെ ഒരു 2-3 ടാബിളും കൂടി വെക്കാം.
ഇത് സെൻട്രലായിട്ടായിരിക്കണം. ഇതിൻ്റെ കുറച്ച് ഉണ്ടായിട്ടുണ്ട്. നോക്കാം പ്ലേസ് കുറച്ചുകൂടി വലിപ്പം കൂട്ടുമ്പോൾ നമുക്ക് ഇതിനോട് ഇതായിട്ട് അവിടെ വെക്കാം. ഇതെന്തായാലും ഷെഡിക്കുക നന്നായി. എൻ്റെ ഡേ അങ്ങനെ അടുത്ത റേ ഉണ്ട്. ഗെറ്റ് ഇൻ ദി കാർ. ഓക്കെ, ഒരു കാറിൽ കയറാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഉണ്ടോ എന്നിട്ട് ഫ്രാഞ്ചൈസ് കാണാൻ പോകണം. നേരെ നമ്മുടെ ഗൂഗിൾ മാപ്പ് ആദ്യം നേരെ പോകാൻ പറയുന്നിട്ട് 60 അടിച്ച് കഴിഞ്ഞാൽ 40 പോകും. ശരിയോടി മാറ്റം പോകണ്ടല്ലോ. ഇതിൽ മാപ്പ് ഇടണമെങ്കിൽ ഇത്രയും കൂടി ഈസിയാണ്. 30 കൂടെ 30 കൂടെ ഇത് ഈ വണ്ടിക്ക് തീരെ കണ്ടോട്ടില്ല. ക്യാമറ ഒക്കെ കിട്ടും. അവിടെ 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 എക്സിറ്റ് വെഹിക്കിൾ. നമുക്ക് ഗോ ടു ദി ഫ്രാഞ്ചൈസ് ആൻഡ് ടോക്ക് ടു ദി ഓണർ. ഇവിടൊക്കെ വരുമോ? അതിനാണോ ഇതെന്തിന്? ഡ്രോൺ. ഇതെന്താ ഹോവർ ബോർഡ് ഡ്രോണ്? ഞാനവിടെ കുറച്ച് ഫോണൊക്കെ ഇരിക്കുന്നുണ്ട്. ഡ്രോണ് ഇല്ല ഇയാൾ മുന്നി പൈസ വീണം മുന്നി അങ്ങനെ പറയാത്തില്ല. മുന്നി പൈസ വീണം മുന്നി പൈസ ഇല്ല സാറേ, ഞാൻ പോയി സാറേ. ഓക്കെ, നമുക്കെന്നാലും ഇയാളെ എൻ്റെ 10ൻ്റെ കായില്ല ആനക്കറിയോ? എന്നിട്ട് ഫ്രാഞ്ചൈസിൻ്റെ അത് പോവാൻ ഞാനോട്ട് 250 അവിടെയാണ്. ഇതൊക്കെ എന്താടോ കസ്റ്റമേഴ്സൊക്കെ എന്താ വിചാരിക്കുക? പക്ഷേ കസ്റ്റമേഴ്സ് ഇതിൻ്റെ അകത്ത് കയറൂല. ഓക്കെ, നമുക്കിത് കുറച്ചുകൂടി വലുതാക്കണം. നമ്മൾ ഫ്രാഞ്ചൈസിൻ്റെ ഇതിൽ നമുക്ക് ഡ്രോണിൻ്റെ കടക്കൊന്ന് വാങ്ങണം. പിന്നെ മൊത്തത്തിൽ നമുക്ക് കുറേ സാധനങ്ങൾ അൺലോക്ക് ആക്കാനുണ്ട്. മാനേജറിൽ കുറേ ഇതിൻ്റെ ലൈസൻസൊക്കെ അൺലോക്ക് ആക്കി നമുക്ക് കുറേ സ്മാർട്ട് വാച്ച്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, മൗസ്, കീബോർഡ്, ക്യാമറ, സ്മാർട്ട് ഹോം, ഹോവർ ബോർഡ്, സ്പീക്കേഴ്സ്, സ്മാർട്ട് ഹോം, കൺട്രോളർ, കൺസോളിൻ്റെ കൺട്രോളറാണ് മിക്കവാറും. ഡ്രോണ് കൺസോൾ, പിന്നെ 2 ഡ്രോൺസ്, 2 VR ഒക്കെ ഉണ്ട്. ഓക്കെ, 1 ക്യാമറ, ഹോവർ ബോർഡ് 1. ഓക്കെ, 1 കൺട്രോളർ, 1 മോഷൻ ക്യാപ്ചർ ഡിവൈസ്, 1 ഇലക്ട്രിക് സ്കൂട്ടർ, 1 കൺസോൾ, 2 സ്പീക്കേഴ്സ്. ഇതിനൊക്കെ നല്ല പൈസ. മദർ ബോർഡ്, പിന്നെ GPU, CPU, ഇഷ്ടക്കണക്കിന് ഓരോ സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതാക്കണം, പർച്ചേസ് ചെയ്യണം. നമുക്ക് വലിയൊരു ബിസിനസ് ഒക്കെ. അപ്പം നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ അൺലോക്കൊക്കെ വരുന്നുണ്ടോ? അതിനുള്ള മണി നമ്മളതിലില്ല, അതാണ് സീന്. നമുക്ക് എന്തായാലും അൺലോക്ക് ആക്കണം ഒരു ദിവസം. പിന്നെ നമുക്ക് കുറച്ച് കാറുകൾ വാങ്ങിക്കണം. ഇതിനൊക്കെ നല്ല വിലയാണ്. അതുകൊണ്ട് ഇത് ഞാൻ പുറത്തേക്ക് എടുക്കുക വാങ്ങിച്ചിട്ട്. ഓക്കെ, കളർ ചേഞ്ച് ചെയ്യട്ടോ നമുക്ക് കാറ് വാങ്ങിക്കുമ്പോൾ. അതിൻ്റെ കളർ കഴിഞ്ഞിട്ട് വാങ്ങിക്കുക. മസ്താങ്ക് ഇട്ട് മസ്താങ്ക് അങ്ങനെ ബുഗാഡി ചവിട്ടി ചളിയാക്കിയാലോ തരുമോ? എടൊരു കാറ് തരുമോ? എന്താണ് ഇനി കളർ? ഞാൻ പോയി. ഇതിനൊക്കെ നല്ല വിലയാണ്. ഇത് ഫെബ്രുവരിയാണ് തോന്നുന്നു, മറ്റേ ചോപ്പ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു ചോദിപ്പാണ്. ഇഷ്ടപ്പെട്ടതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.